ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, കരങ്ങൾ വീശി പാടാം. ആരാധന, സ്വരമുയർത്തി ആരാധന, അഭിഷേകം, ആയിരം ആരാധന, ശക്തിയോടെ ആരാധന, ആരാധന, ആത്മാവിലാരാധന. എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, ആയിരം ആരാധന, അഭിഷേകത്തോടെ ആരാധന, ആരാധന, ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേക്കാൾ എത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേക്കാൾ എത്ര മോഹനം. ആരാധന, ആരാധന, അഭിഷേകത്തോടെ ആയിരം ആരാധന, 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 ആത്മാവിലാരാധന. സ്വരമുയർത്തി ആരാധന, ആരാധന, ആയിരം ആരാധന, 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 ആത്മാവിലാരാധന. തിരുനാമമെന്നും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. തിരുനാമമെന്നും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. ആരാധന, ആരാധന, ആയിരം ആരാധന. സ്വരമുയർത്തി ആരാധന, ആരാധന, ആത്മാവിലാരാധന. അഭിഷേകത്തോടെ ആരാധന, ആരാധന, ആയിരം ആരാധന. ശക്തിയോടെ ആരാധന, ആരാധന, ആത്മാവിലാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം തരുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ജോർജ്, ഞാൻ അയർക്കുന്നതാണ് എൻ്റെ സ്ഥലം. 2015 മെയ് മാസം മുതൽ ഈ ദേവാലയത്തിൽ ബ്രദറിന്റെ നേതൃത്വത്തിലുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ ഇതുവരെ മുടക്കം കൂടാതെ സംബന്ധിക്കുവാൻ ദൈവം അനുവദിച്ചു. എൻ്റെ മകള് മരിയയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. +2 പഠിക്കുന്ന മകള് 2015 മാർച്ച് മാസത്തിൽ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലതുകാലിന്റെ മുട്ട് ചിരട്ട തെന്നി താഴെ വീഴുകയും കിടങ്ങൂർ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. മുട്ടിലെ ലിഗ്മെന്റ്സ് വിട്ടുപോയതിനാൽ സർജറി ആവശ്യമാണെന്ന്, 1 മാസത്തോളം വിശ്രമം ആവശ്യമുള്ളതിനാൽ അവധിക്കാലത്ത് ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞ് നീ ക്യാപ്പിട്ട് വിട്ടു. 85,000 രൂപയോളം ചെലവ് വരുന്ന ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയതിനാൽ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് ഡോക്ടറെ കാണിക്കുകയും അദ്ദേഹം സർജറി ആവശ്യമെന്ന് പറയുകയും ചെയ്തു. 1 മാസത്തെ എക്സസൈസും വൈറ്റമിൻ ഗുളിയൊക്കെ കൊടുത്ത് ഡോക്ടർ പറഞ്ഞു വിട്ടു. 2015 മെയ് മാസം 24 മുതൽ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന വിശ്വാസ അനുഭവ ധ്യാനത്തിൽ ഞാനും മോളും സംബന്ധിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് മോളുടെ മുട്ടുവേദന മാറുകയും ചെയ്തതായി അനുഭവപ്പെട്ടു. മുട്ടുകുത്തി നിന്ന് കർത്താവിനെ ആരാധിക്കുവാൻ അവൾക്ക് സാധിച്ചു. മുട്ടുവേദന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുട്ടിന്റെ വേദന മാറി മുട്ടുകുത്തി അവൾ ദൈവത്തെ ആരാധിക്കുക. ആരാധനയുടെ സമയത്താണ് സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടപ്പോൾ മുട്ടിലെ അസുഖം ഭേദപ്പെട്ടുവെന്ന് ഡോക്ടർ പറഞ്ഞ് നീ ക്യാപ്പ് മാറ്റി നടന്നുകൊള്ളാനും പറഞ്ഞു. പരിപൂർണമായ സൗഖ്യം നൽകി. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ സർജറിയിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തിയ തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് ദൈവത്തിന് നന്ദി പറയാം. ലിഗ്മെന്റ്സ് പൊട്ടിപ്പോയതാണ്, അത് ഓപ്പറേറ്റ് ചെയ്യാതെ കൂടിച്ചേർക്കപ്പെടത്തില്ല. ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നവരില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. മനുഷ്യന് അസാധ്യമായി, മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ്. ഡോക്ടേഴ്സ് ഈ ഓപ്പറേഷൻ ചെയ്യാതെ ഒരു കാര്യത്തിൽ എങ്ങനെ എന്ത് ചികിത്സ നടത്തിയാലും മാറ്റപ്പെടത്തില്ല. വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായ സംഭവം. ഗുളിക കൊടുത്താലൊന്നത് കൂട്ടിച്ചേർക്കപ്പെടത്തില്ല. ദൈവശക്തി ശരീരത്തില് വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സ്വീകരിച്ച പരിശുദ്ധ കുർബാന ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ ശരീരത്തിന്റെ അപൂർണതയെല്ലാം മാറ്റപ്പെട്ടു. ദൈവ ചൈതന്യം തിരികെ കിട്ടി. കരമുയർത്തി തമ്പുരാന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതെ. കരങ്ങൾ ഉയർത്തിയെടുത്ത് പാടാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. നന്ദി. ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. മോൾക്ക് വേണ്ടി, ട്രീസ എന്ന് പറഞ്ഞ മകൾക്ക് വേണ്ടി +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് സെന്റ് ജോസഫ് സ്കൂളില് ബയോമാക്സിന് അഡ്മിഷൻ കിട്ടി. കൂടാതെ എൻ്റെ പെങ്ങൾക്ക് 6 മാസം ഗർഭിണിയായിരുന്ന
ആയിരുന്നു. കഴിഞ്ഞ മാസം കുട്ടിയുടെ പൊസിഷൻ തല മുകളിലോട്ടായിരുന്നു. തല തിരിഞ്ഞ് കറക്റ്റ് പൊസിഷന് വരാതെ വന്നാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, നോർമലായിട്ടുള്ള പ്രസവം നടന്നാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെ സംഭവിച്ചുവെന്ന് പൊസിഷൻ നേരെയാകുകയും അങ്ങനെ വലിയ അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്നു സാക്ഷ്യപ്പെടുത്തിയ ആ സഹോദരി 12 വർഷത്തിന് ശേഷമാണ് ഗർഭം ധരിക്കുന്നത്. 3 വർഷമായിട്ട് ആരാധനയിൽ കുട്ടിയുണ്ടാകാൻ വേണ്ടി ഈ കുടുംബം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദിവ്യകാരുണ്യ ഈശോ വലിയ അനുഗ്രഹം കൊടുത്തു. 12 വർഷമായിട്ട് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച ആ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചതിന് നന്ദി പറയുകയാണ്. അതുപോലെ 15 വർഷമായി പഴക്കമുള്ള ഒരു കേസ്, വസ്തു സംബന്ധമായ കേസ് ഇവിടെ ഒന്ന് ആരാധനയിൽ സംബന്ധിച്ചതിന്റെ ഫലമായി ഹൈക്കോർട്ടിൽ വെച്ച് രമ്യമായി പരിഹരിക്കുവാൻ സാധിച്ചു. അത്രമാത്രം കേസ് പോയി. ഇവിടെ ഒന്ന് 3 വർഷക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മഹത്വം ആ കേസിന്റെ മേൽ വെളിപ്പെട്ട് രമ്യതയിലായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ആ കുടുംബത്തിന് 3 വർഷമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൗലി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി, എന്റെ മോളുടെ വിവാഹം നടക്കാനായി ഞാൻ 2 വർഷമായി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. 1 ലക്ഷം രൂപ പോലും സ്വന്തമായി ഇല്ലാതിരുന്ന സമയത്ത് പലരുടെ സഹായത്തിലൂടെയും വിവാഹം നടന്നു. ദൈവത്തിന് കൊടാനുകൂടി നന്ദി ആ കുടുംബം പറയുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2 വർഷം തമ്പുരാന്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ 1 കാശ് പോലും ഇല്ലാതെ മകളെ വിവാഹം കഴിച്ചു വിടാനുള്ള കൃപ, മറ്റുള്ളവരുടെ സഹായത്തോടെ വിവാഹം നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈശോയുടെ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സകല സമ്പത്തിന്റെയും ഉടയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കട്ടെ, അഭിഷേകത്തോടെ വിളിക്കട്ടെ, ശക്തിയോടെ മക്കളെ വിളിക്കട്ടെ. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. കരങ്ങൾ ഉയർത്തി പാടാം. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ഈ ഇടവകയിലുള്ള ഒരു സഹോദര സാക്ഷി, എന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി, ഗർഭിണി ആയില്ല. ഞാൻ കഴിഞ്ഞ നവംബർ മുതൽ അവരുടെ ആ നിയോഗം വെച്ച് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചു. വചനം കേട്ട് ആരാധനയിൽ പങ്കുചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾ ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് സാക്ഷ്യപ്പെടും. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈ ആലയത്തില് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോൾ ചേർന്ന് പാടാം. മരുവിൽ തന്മക്കളെ
മന്ന നൽകി നടത്തിയപ്പോ എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവമൊരുക്കിടുമേ. എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവമൊരുക്കിടുമേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും. കാത്തിരിക്കുന്നു ദൈവപ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ഈശോയെ നന്ദി. ഞാൻ കുറുമ്പനാട് ഇടവകയിൽ നിന്ന് വരുന്ന ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുകയും എന്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഞാൻ കുടമാളൂർ പള്ളി വന്ന് ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകന് വിദേശത്ത് ഒരു നല്ലൊരു ജോലി ലഭിച്ചു. അതുപോലെ ഇളയ മകന് എയർപോർട്ടിൽ ജോലി ലഭിച്ചു. മെഡിക്കൽ എടുത്തപ്പോൾ അവന്റെ ഹാർട്ടിന് ബീറ്റ് കുറവാണ്. അതുകൊണ്ട് ജോലിക്ക് സാധ്യത ഇല്ലാതാകുന്ന ഒരു അവസ്ഥ കടന്നു വന്നപ്പോൾ ആ കുടുംബം എന്നെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിപൂർണ സൗഖ്യം ഈശോ കൊടുക്കുന്നതായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇവര് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അവര് ടെസ്റ്റ് നടത്തി, വീണ്ടും ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റില് പൾസ് നോർമലാണ് എന്ന് പറഞ്ഞു. മോന് അവിടെ ജോലി കിട്ടി. 18-ാം തീയതി ശനിയാഴ്ച എന്റെ മകന് ബോംബെയിലേക്ക് പോയി എന്ന് സാക്ഷ്യപ്പെടുത്തി. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം പ്രശ്നമായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഈശോ സൗഖ്യം കൊടുത്തു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത? യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത? എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത? യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത? ബിനോയ് എന്ന മകൻ തടിയൂരെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്റെ ജീവിത പങ്കാളിയുടെ 2 കാൽപാദത്തിനും കാല് നിലത്തുകുത്തി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നല്ല വേദനയായിരുന്നു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ അനുഭവം, കുരിശ് വരച്ചുകൊണ്ട് 13 വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആത്മാവ് എനിക്കിങ്ങനെ സന്ദേശം നൽകി. 13 വിശ്വാസപ്രമാണം കുരിശ് വരച്ച്, ആ രോഗമുള്ള അവസ്ഥയിൽ കുരിശ് വരച്ച് ചൊല്ലിയാൽ സൗഖ്യം കൊടുക്കുമെന്ന് ഈശോ സന്ദേശം തന്നു. അവരോട് പറഞ്ഞു, ഞങ്ങൾ അപ്രകാരം പ്രാർത്ഥിക്കുകയും ആരാധനയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നേരുകയും ചെയ്തതിന്റെ ഫലമായി പരിപൂർണമായ സൗഖ്യം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കുകയാണ്. കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോ, കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോ ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ, ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ ജീവനിലെന്നും ആരാധിച്ചിടാം. ചേർന്ന് പാടാം, ജീവനിലെന്നും ആരാധിച്ചിടാം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ചേർന്ന് പാടാം, ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ
നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം. യേശുവേ നന്ദി. ഏറ്റുമാനൂരുന്ന് റോസമ്മ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ സ്ഥിരമായ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. എൻ്റെ സഹോദരിയുടെ മകൾക്ക് പഠിക്കുവാൻ പുറകോട്ടായിരുന്നു. വായിക്കുവാനും പഠിക്കുവാനും പറഞ്ഞാലും വലിയ മടിയായിരുന്നു. ഇവിടെ ആരാധനയിൽ പങ്കെടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടെന്ന് നേർന്ന് പ്രാർത്ഥനയുടെ ഫലമായി SSLCയിൽ നല്ല മാർക്ക് ലഭിക്കുകയും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്തി. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും കുടുംബത്തിലെ സമാധാനം ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ ദൈവകൃപയിൽ നിലനിന്നപ്പോൾ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനേക അനുഗ്രഹങ്ങൾ ദൈവം ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവ ചൈതന്യം മറ്റുള്ളവരുടെ കുടുംബത്തിലും വെളിപ്പെടുകയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിൽ നിലനിൽക്കുവാനും അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാനും എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അനേക മക്കളിലേക്ക് ഈ ശുശ്രൂഷ പകരപ്പെടുവാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേക മക്കളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള വലിയ അഭിഷേകവും ശക്തിയും കൃപയും ഓരോ മക്കളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗിയാ ഞാൻ തളർന്നാലും ദേഹമെല്ലാം സഹിച്ചാലും, രോഗിയാ ഞാൻ തളർന്നാലും ദേഹമെല്ലാം സഹിച്ചാലും, ആണികളാ മുറിവേറ്റ വാണികളാ സുഖമേകും, ആണികളാ മുറിവേറ്റ വാണികളാ സുഖമേകും. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. നന്ദി. മേരി എന്ന സഹോദരി ആറുമാനൂരിന്ന് വന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഭവം ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി വയറുവേദനയായിരുന്നു. ഒത്തിരി ചികിത്സ ചെയ്തിട്ടും രോഗസൗഖ്യം ഉണ്ടായില്ല. കുടമാളൂർ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കുകയും 6ാമത്തെ ആഴ്ചയിൽ മാർട്ടിൻ ബ്രദർ വിളിച്ചു പറയുന്നു, കുടൽ ചുരങ്ങുന്ന ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നെന്ന്. അതെന്റെ ജീവിത പങ്കാളിയായിരുന്നു. പരിപൂർണമായ സൗഖ്യം കിട്ടി. അതിനുശേഷം ഈ സഹോദരി നിരന്തരമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2 മക്കൾക്ക് 2 വീട് നൽകി ഈശോ അനുഗ്രഹിച്ചു. നിരവധിയായ അനുഗ്രഹങ്ങൾ ഈശോ നൽകിക്കൊണ്ടിരിക്കും. മകളുടെ രോഗം മാറിക്കിട്ടി. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലോ വെളിപ്പെട്ടു. ദൈവ ചൈതന്യം വിശ്വാസത്തോടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിലോ വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? വാക്കു തന്നോൻ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. വാക്കു തന്നോൻ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. ഊരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടൻ നല്ലിടയൻ. ഊരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടൻ
നല്ലിടയൻ അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ ദൈവം കൈവിടില്ല അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ ദൈവം കൈവിടില്ല സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട യാഹന്ന ദൈവം കൂടെയുണ്ട് സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട യാഹന്ന ദൈവം കൂടെയുണ്ട്. നന്ദി. ഒരു വിശ്വാസി സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ സഹോദരപുത്രന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. സൗദിയിൽ ജോലിയായിരുന്നു. അവൻ അതിൻ്റെ കാലം അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ വളരെ പരിശ്രമിച്ചിട്ടും വീണ്ടും പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നിരാശയിൽ കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ച് സാക്ഷിക്കൊടുത്തികളാണെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അപ്രതീക്ഷിതമായ ഒരു ദിവസം അവന് വീണ്ടും സൗദിക്ക് പോകാൻ സാധിച്ചു. അവിടെ ഒരു നല്ല ജോലിയും ലഭിച്ചു. ദിവ്യകാരുണ്യനാഥന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ആ കുടുംബ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാരണം ഉയർത്തി ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. അന്ന ചെറിയാൻ സാക്ഷ്യപ്പെടുത്തി ഞാനും എൻ്റെ മാതാപിതാക്കളും അവരെല്ലാവരും 2 വർഷമായി ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നു, കുടുംബസമേതം പങ്കെടുക്കുന്നു. കഴിഞ്ഞ മാസം എൻ്റെ അണപ്പല്ലിന്റെ ഭാഗത്ത് മോണയിൽ കഠിനമായ വേദനയും നീര് വരികയും എനിക്കൊന്നും കഴിക്കുവാനും വെള്ളം പോലും കുടിക്കുവാനും പറ്റാതെ വന്നു. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ പഴുപ്പുള്ളതിനാൽ കീറേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. 2 ദിവസത്തിന് മരുന്ന് കൊടുത്ത് കീറാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാൽ ഞാൻ മോണ കീറാതെ തന്നെ വേദന മാറുകയാണെങ്കിൽ കുടമാളൂർ പള്ളിയിലോ വെള്ളിയാഴ്ച നടക്കുന്ന ആരാധനയിലോ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. ഈശോ എന്നെ സുഖപ്പെടുത്തി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് നിയോഗം വെച്ചപ്പോൾ മോണ കീറാതെ ഈശോ ആ മകളെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? സുഖപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? അനുഗ്രഹിക്കുന്നതിനെ വിളിക്കാമോ? അഭിഷേകം ചെയ്യുന്നതിനെ വിളിക്കാമോ? കൃപയാൽ നിറയ്ക്കുന്നവനെ വിളിക്കാമോ? ഉന്നത വിളിയാൽ വിളിച്ചു എന്നേ ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നേ ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാലുകളേറെ കുറെ വഴുതിപ്പോയി,
ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി. ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കരമടിച്ചെല്ലാവരും ചേർന്ന് ആരാധിക്കുകയാണ്. തിരുവോസ്വരൂപനെ ആരാധിക്കുന്നു. സ്വയെ അനുഗ്രഹിക്കണമേ. ഈ സമൂഹത്തെ മുഴുവനും ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വയെ ആദിമസഭയില് ചൊരിഞ്ഞ അതേ അഭിഷേകം ഈ സമൂഹത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കരമേർത്തി ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. അഭിഷേകത്തോടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയാ ഹല്ലേലൂയാ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. നമ്മിൽ വചനം ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. അപ്പമായി തിരുവോസ്തിയായി യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. തിരുവോസ്തിയായി 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 അപ്പമായി യേശു ജീവിക്കുന്നു. യുഗാന്ത്യം വരെ കാരുണ്യമായി യേശു ജീവിക്കുന്നു. കരുണയായി കാരുണ്യമായി യേശു ജീവിക്കുന്നു. നമ്മിൽ യേശു ജീവിക്കുന്നു. എന്നിൽ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. വിശുദ്ധരെ ജീവിച്ച പോലെ അപ്പസ്തോലന്മാരെ ജീവിച്ച പോലെ രക്തസാക്ഷികളിൽ ജീവിച്ച പോലെ യേശു എന്നെ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. തിരുവോസ്തിയായി എന്നിൽ ജീവിക്കുന്നു. എന്നിൽ ജീവിക്കുന്നു.
യേശു ജീവിക്കുന്നു. ആരാ മകനും മകളും പറയുന്നു യേശു എന്നെ ജീവിക്കുന്നു. വചനമായി, അപ്പമായി, സ്നേഹമായി, അനുഗ്രഹമായി, അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി യേശു എന്നിലോ വെളിപ്പെടുന്നു. വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. ശരീരത്തിൽ വെളിപ്പെടുന്നു. ആത്മാവിൽ വെളിപ്പെടുന്നു. സന്ധിബന്ധങ്ങളിൽ വെളിപ്പെടുന്നു. മജ്ജയിൽ വെളിപ്പെടുന്നു. മാംസത്തിൽ വെളിപ്പെടുന്നു. രക്തത്തിൽ വെളിപ്പെടുന്നു. ഹാർട്ടിൽ വെളിപ്പെടുന്നു. ഹൃദയത്തിൽ വെളിപ്പെടുന്നു. ശ്വാസകോശത്തിൽ വെളിപ്പെടുന്നു. അധരത്തിൽ വെളിപ്പെടുന്നു. ബ്രെയിനിൽ വെളിപ്പെടുന്നു. ബ്രെയിനിൽ വെളിപ്പെടുന്നു. തലയോട്ടിയിൽ വെളിപ്പെടുന്നു. അസ്ഥികളിൽ വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. വാൻകുടലിൽ യേശു വെളിപ്പെടുന്നു. ചെറുകുടലിൽ വെളിപ്പെടുന്നു. രോഗാവസ്ഥയിൽ വെളിപ്പെടുന്നു. ഗർഭാശയത്തിൽ യേശു വെളിപ്പെടുന്നു. ഓവറിയിൽ യേശു വെളിപ്പെടുന്നു. രോഗാവസ്ഥയിൽ യേശു വെളിപ്പെടുന്നു. സന്ധിബന്ധങ്ങളിൽ യേശു വെളിപ്പെടുന്നു. ശരീരം മുഴുവൻ യേശു വെളിപ്പെടുന്നു. തലഭാഗത്തിൽ യേശു വെളിപ്പെടുന്നു. ഭവനമില്ലാത്ത അവസ്ഥയിൽ യേശു വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. ക്രിസ്തുവം വെളിപ്പെടുന്നു. ദൈവം വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. യേശു ജീവിക്കുന്നു. കൂടെ ജീവിക്കുന്നു. കൂടെ ജീവിക്കുന്നു. ശരീരത്തിൽ ജീവിക്കുന്നു. നമ്മിൽ ജീവിക്കുന്നു. കുടുംബത്തിൽ ജീവിക്കുന്നു. വിഷയങ്ങളിൽ ജീവിക്കുന്നു. അധ്വാനത്തിൽ ജീവിക്കുന്നു. അധ്വാനത്തിൽ ജീവിക്കുന്നു. സഹോദരങ്ങൾ ജീവിക്കുന്നു. ബന്ധുമിത്രാദികൾ ജീവിക്കുന്നു. ശുശ്രൂഷകൾ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മിലേശു ജീവിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മിലേശു ജീവിക്കുന്നു. നമ്മിലേശു ജീവിക്കുന്നു. വിശുദ്ധരില് നമ്മിലേശു ജീവിക്കുന്നു. വിശുദ്ധ കുർബാനയായി നമ്മിലേശു ജീവിക്കുന്നു. വിശുദ്ധീകരിക്കാനായി നമ്മിലേശു ജീവിക്കുന്നു. വിശുദ്ധരാക്കി മാറ്റുവാൻ, നമ്മിലേശു ജീവിക്കുന്നു. സൗഖ്യമാക്കി മാറ്റുവാൻ, നമ്മിലേശു അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മിലേശു ജീവിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ജീവിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. നന്ദി പറഞ്ഞു മുട്ടുമേലായിരിക്കാം. എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കുന്നതായ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ആലയത്തിലും പരിസരങ്ങളിലുമായി ദൈവാരാധനയിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും ഈശോ അനുഗ്രഹിക്കുന്നതായ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ ഇപ്പോൾ ലോകത്തില് ദർശിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. നന്ദി പറഞ്ഞ മക്കളെ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കുക. ആകാംക്ഷയോടെ ദിവ്യകാരുണ്യനാഥനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ശ്രദ്ധാപൂർവം അവൻ പറഞ്ഞ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന മക്കളെ എല്ലാം ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെ വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ കടന്നു വരുവാൻ ഈശോ മക്കളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതലേ, ജപമാല മുതല് എല്ലാ മക്കളും ഈ ശുശ്രൂഷയെ പങ്കുചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ അനുഗ്രഹവും കൃപയും ഈ മക്കൾക്ക് തരാനായിട്ടാണെന്ന് ഈശോ സന്ദേശം തരുന്നുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ചടങ്ങായിട്ട് മാത്രം വരരുത്. ഈശോയെ ആരാധിക്കാനായിട്ട് മാത്രം, ഈ ആരാധനയ്ക്കായിട്ട് മാത്രം കടന്നു വരരുത്. ഈശോ വചനമായി അപ്പമായിട്ടാണ് മാറ്റപ്പെട്ടത്. ഈശോ വചനം ആദ്യം കൊടുത്തേ. തന്റെ ശിഷ്യന്മാരോട് ഈശോ വചനമാണ് ആദ്യം പറഞ്ഞത്.
അതിനുശേഷമാണ് അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തത്. അപ്പൊ ഈശോ നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാ? വചനത്തിന്റെ രൂപത്തില് നമ്മോട് സംസാരിക്കുക. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ വചനം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അപ്പത്തിന്റെ രൂപത്തില് യേശു അവരിലേക്ക് കടന്നു ചെന്നേ. അപ്പൊ വചനം കേട്ടുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മളില് വെളിപ്പെടുന്നേ. ക്രൈസ്തവരായിട്ടുള്ളവര് ആത്മനാ യേശുവിനെ സ്വീകരിക്കുക. ദിവസം കേട്ടില്ലേ, ഒരു മുസ്ലിം സഹോദരിയോട് പറഞ്ഞപ്പോ ആ സഹോദരി വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോ അവർക്ക് അനുഗ്രഹം, കുഞ്ഞിനെ കിട്ടി, അനുഗ്രഹം കൊടുത്തു ഈശോ. അതാ അനുഗ്രഹം, അതാണ് അഭിഷേകം. ഈശോയുടെ അടുത്ത് ആര് വന്ന് ചോദിച്ചാലും ഈശോ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, മനസ്സുള്ള ഒരു ദൈവമാണ്. ഇന്നവരെന്ന് ഏത് വംശമാണ്, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണ് എന്നൊന്നും ഈശോയ്ക്കില്ല. ആര് ഈശോയോട് വന്ന് ഈശോ എന്നെ അനുഗ്രഹിക്കാമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി ഈശോ അനുഗ്രഹിച്ചിരിക്കും. പക്ഷെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, വചനം പറയുന്നുണ്ട് ഇപ്രകാരം: ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കണം. വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോ ഈശോ ആ വ്യക്തിക്ക് സമീപസ്ഥനാ, ആ വ്യക്തിയിൽ വെളിപ്പെടും. അനുഗ്രഹമായി, അഭിഷേകമായി. ഒരു കുഞ്ഞിനെ തരാവോ എന്ന് ചോദിച്ച് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ജീവൻ കൊടുക്കുക. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ കൊടുക്കുവാൻ, ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനുമായിട്ടാണെന്ന് യേശു പറഞ്ഞു. ഞാൻ ജീവനാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. മക്കള് കണ്ണുകളുയർത്തി നോക്കിക്കേ. രോഗികളായിട്ടുള്ളവര് ആ രോഗശയ്യെ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോ ഈശോ സൗഖ്യമായിട്ട് വന്നവരിൽ വെളിപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയില് വൈകല്യമുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ആ വൈകല്യത്തിന്റെ മേല് കർത്താവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോ അത് അനുഗ്രഹമായിട്ട് മാറി. നമ്മുടെ വൈകല്യങ്ങളെയും കുറവുകളെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. കാര്യസാധ്യത്തിനായിട്ട് വരുന്നൊരു മക്കളെ വേണ്ടി ഈശോയ്ക്ക്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. ആത്മാവില്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ദൈവിക സത്യം പരിശുദ്ധ കുർബാനയില് തിരുവോസ്തിയിൽ ഈശോ ഉണ്ടേ എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തെ, പരിശുദ്ധ കുർബാനയാകുന്ന ആ വലിയ ദൈവാരാധനയില് പങ്കുചേരുന്ന ആ സമൂഹത്തെ, ആത്മാവിൽ നിറഞ്ഞ് പങ്കുചേരുന്ന ആ സമൂഹത്തെയാണ്, വ്യക്തിയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. ഏറ്റവും വലിയ ദൈവാരാധന പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് യേശു അപ്പത്തിലേക്ക് വരുന്നത്. ആ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക, ഈ അപ്പത്തെ ആരാധിക്കുമ്പോ കുർബാനയിലെ അഭിഷേകമാണ് നമ്മളിൽ വെളിപ്പെടുന്നത്. ഏറ്റവും വലിയ ദൈവാരാധന പരിശുദ്ധ കുർബാനയാ. കുർബാനയുടെ ആരാധനയില് ആ വലിയ സാന്നിധ്യം സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമ്മളിൽ വെളിപ്പെടും. ക്രൈസ്തവരായ മക്കൾ കടന്നു വരുമ്പോ ആത്മനാ അവര് സ്വീകരിക്കുക. ഈശോയെ എന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന കാണുമ്പോ അവർക്ക് ആഗ്രഹം ഒരു ആത്മനാ അവര് യേശുവിനെ സ്വീകരിക്കുമ്പോ ആത്മാവ് അവരിൽ, യേശുവിന്റെ ആത്മാവ്, രക്ഷകനായ ദൈവം അവരിൽ വെളിപ്പെടുമ്പോഴാണ് അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ, യേശുവിനെ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യനായി യേശു ഭൂമിയില് കടന്ന് അവതരിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ശരീരത്തിലോ അതിന്റെ പൂർണ്ണതയിലോ വെളിപ്പെടുവാൻ വേണ്ടിയാ. ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. എല്ലാവരും ചേർന്ന് ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഈശോയേ, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു,
നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങ് ചേർന്നെങ്ങും ജീവിക്കും ഒരിക്കലും പോകത്തില്ല. സത്യസാക്ഷിയായി ജീവിക്കും സത്യസാക്ഷിയായിട്ട് ജീവിക്കും. അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും, അങ്ങിൽ ചേർന്ന് ജീവിക്കും അപ്പമായി. സത്യസാക്ഷിയായി ജീവിക്കും, സത്യത്തിന് സാക്ഷ്യം വഹിക്കും. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ വീശിക്കൊണ്ട് എല്ലാവരും ലോകമേകിടും സ്നേഹത്തേക്കാൾ വലിയ സ്നേഹം അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകമേകിടും സ്നേഹത്തേക്കാൾ വിട്ട് ഞങ്ങൾ പോകത്തില്ല ഈശോയെ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങ് ചേർന്നെങ്ങും ജീവിക്കും ഞാൻ. ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. സത്യസാക്ഷിയ ജീവിക്കും, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഈശോയേ, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. പകരം എന്തു നൽകുന്നു ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എല്ലാവരും ചേർന്ന് പകരം എന്തു നൽകുന്നു ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. യേശുവേ, എല്ലാവരും യേശുവേ, യേശുവേ, അഭിഷേകത്തോടെ യേശുവേ, സ്വരമുയർത്തി യേശുവേ, 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 എല്ലാവരും വിളിക്കുന്നു. യേശുവേ, ദൈവത്തിന്റെ മക്കൾ ഈശോയെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, അമ്മ മാതാവ് വിളിച്ച പോലെ, യേശുവേ, ഔസപിതാവ് വിളിച്ച പോലെ യേശുവേ എന്ന് വിളിക്കുന്നു. ശിഷ്യന്മാര് വിളിച്ച പോലെ, അപ്പസ്തോലന്മാര് വിളിച്ച പോലെ, സഭാമക്കൾ വിളിക്കുന്ന പോലെ ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. വിശുദ്ധരെ വിളിച്ച പോലെ ദൈവമക്കൾ വിളിക്കുന്നു. അഭിഷേകം നിറയുകയാണ്, സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണ്. ഓരോ മകനെയും മകളെയും ശുശ്രൂഷയെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ശുശ്രൂഷകരെ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ആ വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കപ്പെടുവാൻ വേണ്ടി വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരപ്പെടുവാൻ.
ഭാരതീയ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹ അനുഭവിച്ചതുപോലെ, പ്രഘോഷിച്ചതുപോലെ, അവന് വേണ്ടി ജീവൻ കൊടുത്തതുപോലെ, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തതുപോലെ രക്തസാക്ഷിത്വത്തിന്റെ ആ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവനോടുകൂടെ നമുക്കും പോയി മരിക്കാം. വചനത്തിനു വേണ്ടി ജീവിക്കുന്ന അഭിഷേകം, വചനത്തിനു വേണ്ടി മരിക്കുന്ന അഭിഷേകം, വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയമങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദിവികാണ്ഡനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അൽഫോൻസ തീർത്ഥാടനത്തെ സമർപ്പിക്കുക. ഈ അതിരൂപതയുടെ ഓരോ ദേവാലയങ്ങളിൽ നിന്നും വൈദികരാൽ നയിക്കപ്പെടുന്ന ആ വലിയ ആത്മീയ മുന്നേറ്റത്തിന്റെ ആ വലിയ യാത്ര ഈ ദേവാലയത്തിൽ ശനിയാഴ്ച എത്തിച്ചേരുകയാണ്. അൽഫോൻസാമയുടെ ആ വലിയ വിശ്വാസത്തെ പ്രഘോഷിച്ചുകൊണ്ട്, ആ വിശുദ്ധ ജീവിതത്തെ പ്രഘോഷിച്ചുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന, ശരീരത്തെ കൊടുത്ത അൽഫോൻസാം സഹനത്തിലും ശരീരത്തെ ദൈവത്തിന് കൊടുത്ത ആ രക്ഷാകര പദ്ധതിയോട് ചേർത്തുവെച്ച് ദൈവകൃപ നേടിയെടുത്ത വിശുദ്ധ അൽഫോൻസാമയുടെ ആ വിശുദ്ധ ജീവിതത്തെ പ്രഘോഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വലിയവരെല്ലാം കടന്നു വരുന്ന സമയമാണ്. ആ വലിയ സംഭവത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. അൽഫോൻസ തീർത്ഥാടനത്തെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി അതിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കപ്പെടുവാൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം അവർ ആരംഭിക്കുന്ന ദേവാലയം മുതൽ ഈ ആലയം വരെയും, ഇവിടെ നിന്ന് ഈ അഭിഷേകം അവരുടെ ആലയം വരെയും വ്യാപരിക്കട്ടെ. സഭ ഒന്നുചേർന്ന്, സഭാമക്കള് ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ വലിയ അഭിഷേകത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. വിശ്വാസികള് ഒറ്റ സമൂഹമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? യേശുവേ നന്ദി. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനുമോക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാട്ടി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ, സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിന്റെ മേൽ, കൃഷിയിടങ്ങളുടെ മേൽ, ബിസിനസ് മേഖലയുടെ മേൽ, വ്യക്തികളുടെ മേൽ ഒക്കെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികള്, അശുദ്ധാത്മാക്കള്, പൈശാചിക സേനകള് ഇവയെല്ലാം വിട്ടുപോകുവാൻ, തിന്മയുടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന അശുദ്ധാരൂപികള്, പൈശാചിക ശക്തികള് എല്ലാം വിട്ടുപോകുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ബിസിനസ് സ്ഥാപനത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലയും, കൃഷിയിടങ്ങളെ, അധ്വാനത്തിന്റെ മേഖല, നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന സകലതിന്റെയും മേൽ ആധിപത്യം അറിയിച്ചിരിക്കുന്ന അന്ധകാര ശക്തികള്, അശുദ്ധാത്മാക്കള്, പൈശാചിക സേനകള്, അവിടെ വ്യൂഹങ്ങള് എല്ലാം നീങ്ങിപ്പോട്ടെ, എല്ലാം നീങ്ങിപ്പോട്ടെ. കൃഷിയിടങ്ങളിലോ അധ്വാന മേഖലയിലെല്ലാം അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ബിസിനസ് മേഖലയിലോ അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കുടുംബങ്ങളിലോ എല്ലാ അഭിഷേകം വ്യാപരിക്കട്ടെ. വ്യക്തി ജീവിതങ്ങളിലോ അഭിഷേകം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളിലോ അഭിഷേകം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളിലോ അഭിഷേകം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളിലോ അഭിഷേകം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളിലോ അഭിഷേകം വ്യാപരിക്കട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. യേശുനാമത്തിലോ നീങ്ങിപ്പോകട്ടെ, യേശുനാമത്തിലോ നീങ്ങിപ്പോട്ടെ, യേശുനാമത്തിലോ നീങ്ങിപ്പോട്ടെ, യേശുനാമത്തിലോ നീങ്ങിപ്പോകട്ടെ, യേശുനാമത്തിലോ നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. 27ാമത് അൽഫോൻസ തീർത്ഥാടനം നാളെ ഈ പള്ളിയിലേക്കും അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലേക്കും നടക്കുന്നു. തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർത്ഥാടകർക്ക് ഇവിടെ നേർച്ച പ്രശ്നം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് സംഭാവന നൽകുവാൻ താല്പര്യമുള്ളവർക്ക് ഓഫീസിൽ ഏൽപ്പിക്കാവുന്നതാണ്.